അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖസീദത്തുൽ ബുറുദയിലെ ഖുർആൻ വായന. സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഹൃദയം നനച്ചെഴുതിയ വരികളാണ് അനുരാഗ കാവ്യമായി തീരുന്നത്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുറുദ അഥവാ അൽ കവാക്കിബ് ദുരിയ ഫി മദ്ഹി ഖൈരിൽ ബരിയ എന്ന കാവ്യവും ഈ ഒരു ഗണത്തിൽപ്പെടും. വിശുദ്ധ ഖുർആൻ്റെ സവിശേഷതകൾ പ്രതിപാദിക്കുന്നതാണ് കാവ്യത്തിൻ്റെ 6ാം ഭാഗം. ആദ്യ വരികളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ കുറിച്ചാണ് ഉടനീളം. ദിവ്യാത്ഭുതങ്ങൾ സദ്യയുടെ അറിയിപ്പിനായി മലമുകളിൽ ഒരുക്കിയ തീയോടുപമിച്ചാണ് ബൂസൂരി ഇമാം ആദ്യ വരിയിലൂടെ അനുരാഗം ഹൃദയങ്ങളിൽ തുന്നിച്ചേർക്കുന്നത്. ആ മുഅ്ജിസത്തുകൾ ക്ഷണിക്കുന്നത് വഹ്ദാനിയത്ത് എന്ന മഹത്തായ ആത്മീയ സദ്യയിലേക്കും. പിന്നീട് ബുറുദയിൽ ഉൾക്കൊള്ളിച്ച മുഅ്ജിസത്തുകളെയും അല്ലാത്തവയെയും കോർത്ത മുത്തിനു ഭംഗിയേറും കോർക്കാത്ത മുത്തിനു ഭംഗി കുറയുന്നുമില്ല എന്ന മനോഹര വരിയിലൂടെ അതിനെ അസാധ്യമായാണ് ആവിഷ്കരിക്കുന്നത്. കേട്ട രാഗങ്ങൾ ഹൃദ്യം, കേൾക്കാത്തവ അതിലേറെ ഹൃദ്യം എന്ന കീറ്റ്സിൻ്റെ വരികൾ പോലെ മനോഹാരിതയിൽ പൊതിഞ്ഞത്. തുടർന്നുള്ള വരികളിൽ വിശുദ്ധ ഖുർആൻ്റെ മഹത്വമാണ് വാഴ്ത്തുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതുല്യമായ മുഅ്ജിസത്തിനെയും അള്ളാഹുവിൽ നിന്നുള്ള ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ രേഖപ്പെടുത്തിയ അവൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. വിവിധ കാലഘട്ടങ്ങളിൽ സമാഗതരായ പ്രവാചകർക്ക് ലഭിച്ച സന്ദേശങ്ങളുടെ തുടർച്ചയും പൂർണ്ണതയുമായാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. കാലാതിവർത്തിയായ വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റേത്. മുൻവേദങ്ങളിൽ ലോകത്തിൻ്റെ ഉൽപ്പത്തിയായിരുന്നു പ്രധാന പ്രതിപാദ്യ വിഷയമെങ്കിൽ ലോകാവസാനത്തെയും പുനർജന്മത്തെയും കുറിച്ചും യമനിലെ ഹളർമൗത്ത് ഉൾപ്പെടുന്ന വിശാലമായ പ്രവിശ്യയിൽ സർവ്വപ്രതാപങ്ങളോടും അടക്കി വാണിരുന്ന നൂഹ് നബിയുടെ പുത്രൻ സാമിൻ്റെ പുത്രൻ ഔസിൻ്റെ പുത്രൻ ഇറമിൻ്റെ പുത്രൻ ആദിൻ്റെയും പേരിൽ അറിയപ്പെടുന്ന ഗോത്രങ്ങളെക്കുറിച്ച് പോലും ഖുർആൻ പറഞ്ഞു വെക്കുന്നു എന്ന് ബൂസൂരി ഇമാം സമർത്ഥിക്കുന്നു. അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതിനാലാണ് ഖുർആൻ മറ്റു പ്രവാചകരുടെ മുഅ്ജിസത്തുകളേക്കാൾ പ്രധാനമാകുന്നത്. മറ്റു പ്രവാചകർ പ്രത്യേക കാലഘട്ടത്തിലേക്കും സമുദായത്തിലേക്കും നിയോഗിക്കപ്പെട്ടവരായതിനാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന നബിയും മുഴുവൻ സമുദായത്തിലേക്കും നിയോഗിക്കപ്പെട്ടവരായതിനാലുമാണ് വിശുദ്ധ ഖുർആൻ കാലത്തെ അതിജീവിക്കുന്നതിൻ്റെ കാരണം. അറബി കവിതകളുടെ പിറവിയിലും അതിൻ്റെ പ്രൗഢിയിലുമായിരുന്നു തിരുനബിയുടെ ജീവിതം. കവികളുടെ പറുദീസിയായിരുന്നു അന്ന് അറേബ്യ. സാഹിത്യപ്രിയരായ അറബികൾക്ക് മുമ്പിൽ സാഹിത്യത്തിൻ്റെ പാരമ്യമായിട്ടാണ് ഖുർആൻ അവതരിക്കുന്നത്. ഖുർആനിനെതിരെ വാദം ഉന്നയിച്ച നിഷേധകരിൽ ഖുർആനിൻ്റെ ആത്മബലം കൊണ്ടും ആശയ സമ്പുഷ്ടത കൊണ്ടും അവരുടെ അന്ധത മൂടിയ കണ്ണുകളിൽ ഒടുവിൽ ഖുർആനിൻ്റെ പ്രകാശം പതിയാറുണ്ട്. അറേബ്യൻ ചരിത്രത്തിലെ സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ അക്കാലത്തെ സാഹിത്യ കുലപതികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു വിശുദ്ധ ഖുർആനിൻ്റെ രംഗപ്രവേശനം. ഇലാഹായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്നതിൽ സന്ദേഹം ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് കൊണ്ടുവരുമെന്ന ഖുർആനിൻ്റെ വെല്ലുവിളിയിൽ തുനിഞ്ഞവർ ഒടുവിൽ പരാജയം രുചിച്ചു പിന്മാറി. മറ്റു ചിലർ ഖുർആനിൻ്റെ മധുരമനോഹാരിതയിൽ മതിമറന്ന് അനുയായികളായി. ധർമ്മനിഷ്ഠയുള്ളവരും ധീരനുമായ പുരുഷന്മാർ അവരുടെ സ്ത്രീകളെ അന്യരുടെ ആക്രമണങ്ങളിൽ നിന്നും തടയുന്നത് പോലെ ഖുർആൻ അതിൻ്റെ സാഹിത്യ ഭംഗി കൊണ്ട് എതിരാളികളെ പ്രതിരോധിച്ചുവെന്ന് ഇമാം ബൂസൂരി പാടുന്നു. മനുഷ്യ മനസ്സുകളിൽ ദുർമന്ത്രണം നടത്തി തിന്മയുടെ തിമിരം വിതക്കുന്ന മനുഷ്യ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുകയെന്ന ഖുർആനിൻ്റെ പ്രഖ്യാപിത ദൗത്യത്തെ അതിമനോഹരമായി അനാവരണം ചെയ്യുകയാണ് ഇമാം ബൂസൂരി. തുടർന്ന് എണ്ണത്തിൽ സമുദ്രത്തിലെ തിരമാലകൾ കണക്കി അനന്തവും സൗന്ദര്യത്തിലും മൂല്യത്തിലും മുത്തുകളേക്കാൾ മികച്ചതുമാണ് ഖുർആൻ. സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയും സഹായത്തിനായി അത്രയും വെള്ളം തന്നെ ഉപയോഗിച്ചാലും റബ്ബിൻ്റെ വചനങ്ങൾ എഴുതി തീർക്കുന്നതിന് മുമ്പേ തന്നെ സമുദ്രം വറ്റിപ്പോകുമെന്നുള്ള ഖുർആൻ ഭാഷ്യത്തോട് ഈ വരികളെ ചേർത്ത് വായിക്കാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, വിശുദ്ധ ഖുർആൻ്റെ ഓരോ വിഷയങ്ങൾക്കും ആന്തരികവും ബാഹ്യവുമായ അർത്ഥതലങ്ങളുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ വേളയിലും മാധുര്യം വർദ്ധിക്കുമെന്ന ഹദീസും വരികൾക്ക് സൗരഭ്യം പകരുന്നുണ്ട്. അർത്ഥബോധത്തോടെ പാരായണം ചെയ്യുന്ന ഓരോ വേളയിലും പുതിയ ആശയങ്ങൾ തെളിഞ്ഞു കിട്ടുന്നു എന്നത് ഖുർആൻ്റെ നിസ്തുലമായ പ്രത്യേകതകളിൽ ഒന്നാണ്. പാരായണം ചെയ്യുന്നവൻ്റെ കണ്ണുകൾ കുളിരണിയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പാശം കരഗതമാക്കിയതിനാൽ നീ വിജയം വരിച്ചുവെന്ന് ഇമാം ബൂസൂരി പറയുന്നു. ഇവിടെ ഖുർറത്ത് എന്നാൽ കുളിരണിയുക എന്നാണ് അർത്ഥം. സന്തോഷിക്കുന്നവൻ്റെ കണ്ണുകൾക്ക് തണുപ്പും ദുഃഖിക്കുന്നവൻ്റെ കണ്ണുകൾക്ക് താപവും ഉണ്ടാകും. മഹാനായ ബൂസൂരി ഇമാം വായനക്കാരെ വിജയം വരിച്ചു എന്ന് ആശംസിക്കുകയും മുറുകെ പിടിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഖുർആൻ പാരായണക്കാരെ ഓറഞ്ച്, കാരക്ക, തുളസി, ആട്ടങ്ങ തുടങ്ങിയവയോട് ഉപമിക്കുന്നുണ്ട് അബൂ മൂസ അശ്അരിയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ. ഖുർആൻ പാരായണത്തിൻ്റെ നേട്ടം അതിലൂടെ സൂചിപ്പിക്കുകയാണ്.
ജ്വലിക്കുന്ന നരകാഗ്നിയെ ഭയന്ന് നീ ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ തണുപ്പ് കാരണം നരകം തണുക്കും. നരകത്തിനെതിരെ ജാഗ്രത പാലിക്കാൻ ഖുർആൻ നിരന്തരം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. നരകത്തെ തടുക്കുവാനുള്ള ഏറ്റവും നല്ല പരിചയമാണ് ഖുർആൻ. ഖുർആൻ മനസ്സിനെ ശാന്തമാക്കുകയും ചിന്തകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അർത്ഥത്തിലും ഖുർആൻ നരകത്തെ തണുപ്പിക്കുകയാണ്. പാപക്കറ കൊണ്ട് കറുത്തുപോയ മുഖങ്ങളെ വിശുദ്ധ ഖുർആൻ തടാകത്തിലെ തീർത്ഥം കണക്കെ വെളുപ്പിച്ചെടുക്കുന്നുവെന്ന് ഇമാം ബൂസൂരി രണ്ടാമതായി പറയുന്നു. സൂക്ഷ്മതയുള്ളവർക്ക് സന്മാർഗദർശനം എന്നു ഖുർആൻ സ്വയം പരിചയപ്പെടുത്തിയതുമായി ഇത് ചേർത്ത് വായിക്കാം. ഹൗൽ എന്നതിൻ്റെ ഉദ്ദേശാർത്ഥം നെഹ്റുൽ ഹയാത്താണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഹൗദുൽ കൗസറാണെന്നും രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആരുറപ്പുള്ള അധ്യാപനങ്ങൾ കേട്ട് ഇസ്ലാം പുൽകിയ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഓർക്കുന്നത് നന്ന്. വിശുദ്ധ ഖുർആനിൻ്റെ നീതിപൂർവമായ ഇടപെടലുകളെ സിറാത്തിൻ്റെയും മീസാനിൻ്റെയും നീതിയോട് താരതമ്യപ്പെടുത്തുന്നുണ്ട് ബൂസൂരി. നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനമുണ്ട്. അഖീദയുടെ പണ്ഡിതന്മാർ സിറാത്ത് നരകത്തിന് മുകളിലൂടെയുള്ള പാലമാണെന്നും മീസാൻ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസാണെന്നുമാണ് പ്രബലപ്പെടുത്തുന്നത്. അസൂയ മൂലം നിഷേധിക്കാൻ തുനിഞ്ഞവരുടെ രോഷം വരികളിൽ വായിച്ചെടുക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന സ്വീകരിച്ച് തിരുനബി വിശുദ്ധ ഖുർആൻ ഖുറൈശികൾക്ക് ഓതി കേൾപ്പിച്ചപ്പോഴും സത്യപ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചപ്പോഴും അതുവരെയും അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ഖുറൈശികളിൽ പ്രകടമായ അസൂയയെയും അവസാന പ്രവാചകൻ ഇസ്രായേൽ വംശ പരമ്പരയിൽ നിന്നായിരിക്കുമെന്ന് ധരിച്ച ജൂതന്മാരിലുണ്ടായ അസൂയയെയും ഇത്തരം ഉൾക്കൊള്ളലിൻ്റെ പരിധിയിൽ കടന്നുവരുന്നു. അടുപ്പിലേക്ക് ഉണങ്ങി പാകമായ വിറക് എടുത്തു വച്ചാൽ ആ വിറകിനെ സവിസ്തരം ചാരമാക്കി കളയുന്നത് പോലെ അസൂയ നന്മകളെ തിന്നുകളയുമെന്ന മുസ്ലിമിൻ്റെ ഹദീസ് ഇവിടെ വായിക്കാം. ചെങ്കണ്ണ് പിടിപെട്ടാൽ കണ്ണ് സൂര്യപ്രകാശത്തെ വെറുക്കും. പനി പിടിച്ചവൻ്റെ വായ പാനീയത്തിൻ്റെ രുചിയെ വെറുക്കും. ഖുർആൻ വിമർശകർക്കെതിരെ വളരെ മനോഹരമായ ഒരു ഉപമയാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. ഖുർആനിനെതിരെ അതിൻ്റെ വിമർശകർ ഉന്നയിക്കാറുള്ള ആരോപണങ്ങൾ ആ വിമർശകരുടെ അജ്ഞതയോ ബുദ്ധിശൂന്യതയോ മാത്രമാണ്. യുക്തിവാദികൾ സപ്താകാശങ്ങളെക്കുറിച്ചും സൂര്യൻ്റെ ചലന സ്വഭാവത്തെക്കുറിച്ചും സൂര്യൻ ഉൾപ്പെടുന്ന ഗാലക്സി മൊത്തത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയും മറ്റും ഖുർആൻ വിമർശകർ ആദ്യം പരിഹസിച്ചു വരുന്നുവെങ്കിലും പിന്നീട് ശാസ്ത്ര പിൻബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇത്തരക്കാരെ പലയിടങ്ങളിൽ പരാമർശത്തിനിടയാക്കിയിട്ടുമുണ്ട്. അവർ ബധിരരും ഊമകളും അന്ധരുമാകുന്നു. അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ചു ഗ്രഹിക്കുകയില്ല എന്നാണ് സൂറത്തുൽ ബഖറയിലെ ഒരു പരാമർശം. യഥാർത്ഥമായ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു പോയി എന്നല്ല പ്രസ്തുത സൂക്തത്തിൻ്റെ താൽപ്പര്യം. സത്യത്തെ അംഗീകരിക്കാനുള്ള വിമുഖതയാണ് ബോധ്യപ്പെടുത്തുന്നത്. ജനങ്ങൾ അവരറിയാത്തവൻ്റെ ശത്രുക്കളാകുന്നു എന്ന അറബ് പഴമൊഴി ഇത്തരം യുക്തിവാദികളുടെ കാര്യത്തിൽ ശരിയായി പുലരുകയാണ് എന്ന വിമർശകർക്കുള്ള താക്കീതുമായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും.